കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1900 മുൻകാലങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 7 ജില്ലകളിൽ 4 ജില്ലകളാണ് ജയിച്ചത് 2010. 2005 7 ജില്ലകളിൽ 7 ഇടതുപക്ഷം ജയിച്ചതായിരുന്നു 2005. ഈ 7 ജില്ലകൾ 2005 ആവർത്തിക്കും. അത്തരത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റമാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്ന 7 ജില്ലകളിലും ഉണ്ടായിട്ടുള്ളത്. ഈ ഇലക്ഷൻ്റെ ഫലം പുറത്തു വരുന്നതോടുകൂടി ജനാധിപത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് വേഗത കൂട്ടും. ഇന്നത്തെ രൂപത്തിൽ UDF ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഇന്ന് എല്ലാവരും പറയുന്നത് കേട്ടു UDFകാർ അരുവിക്കര ആവർത്തിക്കും. അരുവിക്കര ഒരു ചക്ക വീണു, ഒരു മുയൽ ചത്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ സമയത്തും മുയലിനെ കിട്ടും എന്ന് വിചാരിച്ചിരുന്നാൽ അവർക്ക് 7-ാം തീയതി ഫലം പുറത്തു വരുമ്പോൾ നിരാശയായിരിക്കും ഇത്തവണ UDFന് സംഭവിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അത് ഉണ്ടായിട്ടില്ല. അല്ല, 2005 ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ ശരിയായിട്ടുണ്ട്. 2005 ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ അന്ന് 14 ജില്ലകളിൽ 13 ജില്ലകളിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇതിന് അനുകൂലമായുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് കേരള രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എപ്പോഴൊരു അവസ്ഥ 5 കൊല്ലം മാറ്റം വരും. ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ഇലക്ഷൻ ഫലം വരും. 2005 ഇടതുപക്ഷ മുന്നണിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം കിട്ടിയപ്പോൾ 2006 ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. കഴിഞ്ഞ ഇതിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിക്ക് പിറകോട്ടായപ്പോൾ ഞങ്ങൾ പിന്നീട് നടന്ന ഇലക്ഷനിൽ തോറ്റു. അപ്പോൾ 5 വർഷത്തിനിടയിൽ നടക്കുന്ന സംഭവം ഇത്തവണയും അത് തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടും എന്നുള്ളൊരു സൂചനയാണ് കേരളം ഉടനീളം പുറത്തു വന്നിട്ടുള്ളത്. മൂന്നാം മുന്നണി എന്നുള്ള ഇതിൻ്റെ അടിത്തറ പാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ കേരളത്തിലെന്ന്, അതേക്കുറിച്ച് എന്താണ് പറയുക? BJP നേതാക്കൾ ആ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യും. അതെല്ലാ കാലത്തും BJP നേതാക്കന്മാർ എപ്പോഴും ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് വരെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ വളരെ എല്ലാ ആളുകളേക്കാൾ മികച്ചു നിൽക്കുന്നവരാണ് BJPക്കാർ. പക്ഷെ മൂന്നാം മുന്നണി ഇപ്പം തന്നെ ചാപിള്ള ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ അവർക്ക് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ കൂട്ടുപിടിച്ചതാണ് അവർക്ക് പുതിയൊരു ആശ്വാസം കിട്ടിയത്. അതിപ്പോൾ അവർക്കൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദുരന്തമായിരിക്കും ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അവരെ പിന്തുടരാൻ പോകുന്നത്. മൂന്നാം മുന്നണിക്ക് വമ്പിച്ച തകർച്ച. കേരളത്തിൽ അവർക്ക് പ്രസക്തിയില്ല എന്നീ തെരഞ്ഞെടുപ്പോടുകൂടി തെളിയിക്കപ്പെടും. താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാളാണ്. ഇപ്പം കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം SP ഇറക്കിയ ഒരു നോട്ടീസ്, അതായത് ബൂത്തുകളിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി അടക്കം പ്രതിയാക്കും, വേണമെങ്കിൽ ഒരു റീപോളിങ്ങിന് പോലീസിനെ തന്നെ തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിലൊരു ഉത്തരവ്. എങ്ങനെയാണ് താങ്കളെ നോക്കിക്കാണുന്നത്? കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇലക്ഷൻ കമ്മീഷണറാകാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷണർക്കുള്ള അധികാരം കവർന്നെടുക്കാൻ ഒരു പോലീസ് സൂപ്രണ്ടിനോ ഒരു പോലീസ് ഓഫീസർക്കോ അധികാരമില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നാൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ത് പിഴച്ചു? അപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രതി ചേർക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം തന്നെ നിയമവിരുദ്ധമാണ്. ഇപ്പോൾ മാടായിൽ ഒരു സംഭവം നടന്നല്ലോ, UDFകാരല്ലേ ആക്രമണം നടത്തിയത്. അതിൻ്റെ പേരിൽ അദ്ദേഹം എടുത്ത നിലപാടെന്താണ്? അപ്പോൾ ഇത് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രഖ്യാപനം നടത്തി എന്നുള്ളതല്ലാതെ അതും നിയമപരമായി നിലനിൽക്കുന്നതല്ല. അത്തരത്തിലുള്ള നിയമവിരുദ്ധമായ ഉത്തരവ് കൊടുക്കാൻ ഒരു പോലീസ് ഓഫീസർക്കും അധികാരമില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇടപെട്ടുകൊണ്ട് അത്തരം നിലപാട് സ്വീകരിക്കുന്നവരെ തിരുത്തിക്കുകയാണ് വേണ്ടത്. SNDPയുടെ മഹാഭൂരിപക്ഷം ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഇത്തവണ 5% ആളുകൾ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെ പറയുന്നത് പോലെ ചെയ്യുന്നത്. 95% SNDPക്കാരും ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരു ഭരണ തുടർച്ച ഈ ഒരു ട്രെൻഡ് വെച്ച് പറയാൻ കോൺഗ്രസിന് കഴിയും, LDF അത് ഇല്ല എന്ന് നിഷേധിക്കും. അല്ല, ഉമ്മൻചാണ്ടിക്ക് ഭരണ തുടർച്ചയുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം എന്താകും എന്നുള്ളത് തന്നെ 7-ാം തീയതിക്ക് ശേഷം നമുക്ക് നോക്കിക്കാണാം. 7-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ആദ്യത്തെ രാജി മാണിയുടേതായിരിക്കും, പിറ്റേ ദിവസത്തെ രാജി ഉമ്മൻചാണ്ടിയുടേതായിരിക്കും. അതാണ് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പീൽ റിവ്യൂ ഹർജി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇന്ന് റിവ്യൂ ഹർജി കൊടുക്കണ്ടേ? ഈ സമയം വരെ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി മൂവ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ മാണിയുടെ ഇതിനെതിരായിട്ടൊരു റിവ്യൂ ഹർജിയോ അപ്പീലോ കൊടുക്കാനുള്ള ധൈര്യം എന്തുകൊണ്ട് UDFന് നഷ്ടപ്പെട്ടു? അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുന്നതോടുകൂടി UDFിൽ പൊട്ടിത്തെറി ഉണ്ടാവും എന്നതിൻ്റെ പ്രതിഫലനമാണ് പ്രഖ്യാപിച്ച റിവ്യൂ ഹർജി പോലും കൊടുക്കാൻ കഴിയാത്തത്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് 25 ലക്ഷം കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ട്. ഇങ്ങനെ പരാമർശിക്കപ്പെട്ട മന്ത്രിയായിട്ട് തുടരുകയാണ്. അതിന് അപ്പീൽ പോലും കൊടുക്കുന്നില്ല.
നിയമവാഴ്ചയെപ്പോലും വെല്ലുവിളിക്കുന്ന സ്ഥിതിയിലാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഈ ഇലക്ഷനിൽ അവർ കേൾക്കാൻ പോകുന്നത്. അദ്ദേഹം രാജി സമർപ്പിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം രാജി സമർപ്പിക്കുന്നതിൽ അദ്ദേഹത്തെ പുറത്താക്കണം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെങ്കിൽ ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കക്ഷി നേതാക്കന്മാർ തയ്യാറാവും.